Hey guys, I'm your Sefana. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ഞാൻ സുഖമായി പോകുന്നു. ദെൻ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് വെച്ചാൽ ഇത് ലേസറിന്റെ കണ്ടിന്യൂഷൻ ആണ് വരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. ഓക്കെ. അപ്പം എനിക്ക് കുറേ പേര് ചോദിക്കുന്നതാണ് എങ്ങനെ ഞാനൊരു ലേസർ മെഷീൻ തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഞാൻ ലേസർ ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങൾ. സോ നിങ്ങൾ ഓടിപ്പോയിട്ട് എനിക്ക് ഒന്ന് ലേസർ ചെയ്യണം, എനിക്കൊന്ന് ഹെയർ റിമൂവൽ ചെയ്യണമായിരുന്നു, ഒന്ന് ചെയ്യണേ. നമ്മൾ ആദ്യം എന്താണ് ലേസർ, അത് എത്ര തരത്തിലുണ്ട്, എങ്ങനെയുള്ള സ്കിൻ ടൈപ്പിനാണ് എങ്ങനെയുള്ള ലേസറാണ് ഉപയോഗിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിട്ട് പോകണം. ഓക്കെ. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ലേസർ ഹെയർ റിമൂവലിന് നമ്മൾ എങ്ങനെയുള്ള മെഷീൻ സെലക്ട് ചെയ്യാം, എങ്ങനെയുള്ളത് സെലക്ട് ചെയ്യണം. 5 ടൈപ്സ് ഓഫ് ലേസേഴ്സ് ഉണ്ട്. 1 അലക്സാൻഡറേറ്റ്, 2 ഡയോഡ്, 3 ഇന്റൻസ് പൾസ് ലൈറ്റ് ലേസർ, 4 യാങ് ലേസർ, 5 റൂബി ലേസർ. ഇതില് രണ്ട് ലേസർ മാത്രമാണ് നമ്മൾ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നത്. ഇന്ത്യൻ സ്കിന്നിന് സൂട്ടബിൾ ആയിട്ടുള്ളത് ആ 2 ലേസർ മാത്രമാണ്. 1 യാങ്, 2 ഡയോഡ്. മറ്റുള്ള ലേസേഴ്സ് ഒന്നും നമ്മുടെ സ്കിന്നിന് സൂട്ടബിൾ ആയിട്ടുള്ളതല്ല. ഇപ്പൊ നിങ്ങളുടെ സ്കിൻ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഡാർക്ക് സ്കിൻ ടോൺ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് യാങ് ലേസർ ആണ്. സോ അത് നിങ്ങളുടെ മെലാനിനെയോ നിങ്ങളുടെ സ്കിന്നിനെയോ ഒരു തരത്തിൽ ബാധിക്കുന്നതല്ല, ഗുഡ് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. സ്കിൻ വൈറ്റനിങ്ങിനും നമ്മൾ യാങ് ലേസർ യൂസ് ചെയ്യുന്നുണ്ട്. ഭയങ്കരമായിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള ലേസർ എന്നുള്ള അലക്സാൻഡർ ലേസർ ആണ്. അത് സ്കിന്നിലെ ഏറ്റവും തുളച്ചു കയറാനും വേരുകളിൽ പോയിട്ട് ഹെയറിനെ നശിപ്പിക്കാനും ഏറ്റവും കൂടുതൽ കഴിവുള്ളത് ഈ അലക്സാൻഡർ ലേസറിനാണ്. ഡയോഡ് ലേസർ നിങ്ങൾക്കറിയായിരിക്കും, ഞാൻ ഡയോഡ് ലേസർ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങളും ഇപ്പോൾ എവിടെയെങ്കിലും പോയി നിങ്ങൾ ഹെയർ റിമൂവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ സജസ്റ്റ് ചെയ്യുന്നത് ഡയോഡ് ലേസർ ആണ്. കാരണം ഡയോഡ് ലേസർ ചെയ്യുമ്പോൾ അത് ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു. മാത്രമല്ല നമ്മുടെ സ്കിന്നിന് ഡാമേജസ് കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. പക്ഷെ അത് ലിറ്റിൽ ബിറ്റ് പെയിൻഫുൾ ആണോ ചോദിച്ചാൽ ഒരു ചെറിയ ഇറിറ്റേഷൻ ഒരുമാതിരി, പക്ഷെ ടോളറബിൾ ആയിരിക്കും. ഹെയർ റിമൂവൽ ഇപ്പൊ പോയ ഹെയർ, ചിലർ പറയും പോയ ഹെയർ വീണ്ടും വരും നോക്കിക്കോ, അങ്ങനെ എനിക്ക് വന്നിട്ടില്ല. എനിക്ക് പോയ ഹെയർ പോയത് തന്നെയാണ്. പക്ഷെ പോയ ഹെയർ എങ്ങനെയാ വെച്ചാൽ അത് ഫുള്ളായിട്ട് പറഞ്ഞു പോയി അവിടെ ഒന്നും ഇല്ലാണ്ടാവും, അങ്ങനെയല്ല. ഫൈൻ ഹെയർ ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ. ഇപ്പോൾ ഉള്ള ഹെയർ എന്ന് വെച്ചാൽ ഫസ്റ്റ് എനിക്ക് പോവാതെ കുറച്ച് ഹെയർ നിന്നിട്ടുണ്ടായിരുന്നു, ആ ഹെയർ ഇപ്പോഴും ഉണ്ട്. സോ 6 months കൂടുമ്പോൾ അത് റിമൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് സമയം കിട്ടിയില്ല. സോ അതുകൊണ്ട് നമ്മൾ ആരെയും ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല, എൻ്റെ മേലെയാണ് മിസ്റ്റേക്ക് ഉള്ളത്. സോ 6 months കൂടുമ്പോൾ ഞാനത് ചെയ്യണമായിരുന്നു. സോ ഇനി അത് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്, സമയം കിട്ടാറില്ല. സോ ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഇപ്പം ഞാൻ ലേസർ ചെയ്യാൻ നിൽക്കുന്നത്. നിങ്ങൾ എന്നെ കണ്ടിട്ട് അയ്യോ അവൾക്ക് ഇപ്പോഴും ഹെയർ പോയിട്ടില്ല, സോ ഞാൻ ചെയ്ത് എങ്ങനെ പോകാനാണ് അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യാതിരിക്കരുത്. നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് പോയി ചെയ്യുക തന്നെ വേണം. ഡയോഡ് ലേസർ ഫുൾ ബോഡി ചെയ്യാം, ബിക്കിനി ഏരിയ, അണ്ടർ ആംസ്, ദെൻ ആംസ്, ഫുൾ ബോഡി ചെയ്യാൻ പറ്റുന്നതാണ് ഡയോഡ് ലേസർ. സ്കിന്നൊക്കെ ഫസ്റ്റ് ആയിട്ട് സ്കിന്നൊക്കെ ഭയങ്കര ഹാർഡായിരുന്നു, ഇപ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ട്. സോ അതുപോലെ നിങ്ങളെ ആവും നിങ്ങൾ ചെയ്യുക. ഞാൻ ആരെയും അത് ചെയ്യേണ്ട, അത് കുഴപ്പമില്ല അങ്ങനെയൊന്നും പറയത്തില്ല. കാരണം വെച്ചാൽ എനിക്ക് നല്ല എഫക്റ്റ് ഉണ്ടായിട്ടുണ്ട്, ലേസർ ചെയ്തിട്ട് എൻ്റെ ഫേസിൽ നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്. സോ നിങ്ങളും ചെയ്താൽ നിങ്ങൾക്കും ആ മാറ്റം നിങ്ങൾക്കും കൊണ്ടുവരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ഇച്ചിരി കോസ്റ്റ്ലി ആണ്. എങ്ങനെയാ വെച്ചാൽ ഡിപ്പെൻസ് നമ്മൾ പോണ ഇടം, നമ്മൾ ചെയ്യുന്ന ഇടം, അതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും നമ്മുടെ കോസ്റ്റ്. സോ എല്ലാവരും എന്നോട് ചോദിക്കാണ്ട് എത്ര രൂപയായി. ആക്ച്വലി എനിക്ക് അത് എക്സാക്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. നിങ്ങൾ പോകുന്നത് എവിടെയാണോ അവിടുത്തെ എമൗണ്ട്, പിന്നെ നിങ്ങൾ ഏത് ഏരിയ ആണോ ചെയ്യുന്നത്, നിങ്ങളുടെ ഹെയർ ഗ്രോത്ത് എങ്ങനെയാണോ ഇരിക്കുന്നത്, അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോവുകയാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഷേവ് ചെയ്യുക, ട്രിം ചെയ്യുക, ദെൻ വാക്സ് ചെയ്യുക, അങ്ങനെയുള്ള ഒരു കർമ്മവും ചെയ്യരുത്. പ്ലക്ക് ചെയ്യുക, അങ്ങനെ ഒന്നും ചെയ്യരുത്. ഒന്നും ചെയ്യാതെ ആ ഹെയർ കുറച്ച് ഗ്രോൺ ആയി കാണുന്ന ഒരു പാകത്തിനാകുമ്പോൾ അത് കൊണ്ടുപോയി കാണിക്കുക. ഇതുപോലെ എനിക്ക് ഇത്രയും ബ്ലാക്ക് ഹെയർസ് ഉണ്ട്, ഇല്ലെങ്കിൽ ഇതുപോലെ ഗോൾഡൻ എന്ത് കളറാണോ നിങ്ങൾക്ക് ഹെയർ ഉള്ളത്, ഇല്ലെങ്കിൽ ഇങ്ങനെ ലെങ്ത്തിൽ എനിക്ക് ഹെയർ വരുന്നുണ്ട്, ഇതാണ് എൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞ് പോയി കാണിക്കുക. ദെൻ ഗുഡ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നമ്മൾ ആ ഹെയർ കാണുന്നത് എനിക്കിവിടെ ഹെയർ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഡോക്ടർക്ക് കറക്റ്റായിട്ട് അത് അങ്ങോട്ട് മനസ്സിലാക്കാൻ അവർക്ക് പറ്റത്തില്ല. അവർക്കത് നമ്മൾ കാണിച്ചു കൊടുക്കാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓക്കെ ഇത്ര സിറ്റിങ്സ് ഇത്ര സമയത്തിനുള്ളിൽ അവർക്ക് വേഗം ഇതിന് റിസൾട്ട് കൊടുക്കുക, അങ്ങനെ മനസ്സിലാവും. സോ നമ്മൾ ആരെയും ബ്ലെയിം ചെയ്യാനും പറ്റാത്തൊരവസ്ഥയും നമ്മുടെ കയ്യിലാണ് ഫുൾ മിസ്റ്റേക്സ് ഉള്ളത്. ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ കുറച്ച് കുട്ടി വീഡിയോ ആയിട്ടാണ് ഇടുന്നത് കേട്ടോ. ഇൻ കേസ് നിങ്ങൾക്ക് എന്തിനെങ്കിലും കുറിച്ച് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ബിലോ, ദെൻ ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായിരുന്നുവെങ്കിൽ, ഇഷ്ടമായില്ലെങ്കിലും ചെയ്യണേ. എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് നിങ്ങൾ എന്നെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് അറിയാം. എനിക്ക് വ്യൂ ഇപ്പോൾ വരുന്നുണ്ട്, ഇല്ലെങ്കിൽ വീഡിയോ കാണുന്നുണ്ട്, പക്ഷെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യില്ല. സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്ക് അത് ഓക്കെ
ഞാൻ ഇടുന്നതിന് കാണാൻ ആളുകളുണ്ട്, ഓക്കെ, ഞാൻ അതിനുള്ള അപ്പോഴല്ലേ കുറച്ച് എഫേർട്ട് കുറച്ച് കൂടുതൽ അങ്ങോട്ട് നിങ്ങൾ എനിക്ക് പവർ തരൂ. ദെൻ ബൈ ഗൈസ്, ലവ് യു ഗൈസ്, സീ യു അഗൈൻ.